നാരങ്ങ വെള്ളം തണുപ്പത്തോ? തണുപ്പത്ത് നാരങ്ങ വെള്ളം ഉപ്പിട്ടിട്ടോ നാരങ്ങ വെള്ളം കൊടുക്കാൻ. നാളെ എടുത്തരാം. ആയിക്കോട്ടെ മക്കളെ, ഇതിലിങ്ങനെ ചെറുനാരങ്ങ വെച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമ്മളിങ്ങനെ ഫ്രീസറിൽ വെക്കുന്നതാണ് കേട്ടോ. ഫ്രീസറിൽ വെച്ച് ഐസിന്റെ കട്ട പോലെ കണ്ടില്ലേ, ഇത് ആവണേ ഉള്ളൂ, ഫ്രീസറിൽ വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പെട്ടെന്ന് വേണമെങ്കിൽ ഇതിന്നൊരു ചെറിയൊരു പീസ് എടുക്കുക. കണ്ടില്ലേ, ഇതിന്നൊരു ചെറിയതാ. ഇതൊക്കെ നല്ല കട്ടായി വന്നിങ്ങനെ ഐസ് ക്യൂബ് മാതിരി ഇതിന്ന് എടുത്തിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കലക്കുന്നതിലായാലും സർവത്തിലായാലും ഇനി ഉപ്പിട്ടിട്ട് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ചെയ്യാനും എന്തും ബിരിയാണിക്കായാലും എടുക്കാൻ എളുപ്പമാണ് മക്കളെ. ഇതേപോലെ ചെയ്താൽ മതി, എളുപ്പമാണ് താനും. അന്നേരം തന്നെ പെട്ടെന്നൊരു നാരങ്ങ എടുത്ത് മുറിച്ച് അത് പിഴിഞ്ഞ് എടുക്കാനൊക്കെ ഒരു പാടല്ലേ. അതിനോട് എല്ലാവരും ഇങ്ങനെ ചെയ്ത് വെക്കണം കേട്ടോ, നല്ലതാണേ. അപ്പോൾ നമ്മൾ ലുലുന്ന് വാങ്ങിയതാണ്. ഒരു കിലോന് 37 ഉറുപ്പിയുള്ളൂ. 37 രൂപ. അപ്പോൾ എന്താകുമ്പോന്നറിയോ, ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. നല്ലതാണ്. ഇഞ്ചി, ചെറുനാരങ്ങ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതേമാതിരി. ഇതിപ്പം ചെറുനാരങ്ങനെ ഇതുണ്ടല്ലേ, ഇത് പൈസന്റെ കട്ടൊക്കെ പോയിങ്ങോട്ട് നിൽക്കുക. അതൊക്കെ എന്താ ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്. നന്നായിട്ട് പിഴിഞ്ഞിൻ്റെ കുരുവൊക്കെ ഒഴിവാക്കി നല്ല ഭംഗിയാക്കിയിട്ട് ഇതേമാതിരി വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാനിതിൽ വെച്ചത് ഇങ്ങനെ പുറത്തേക്ക് എടുത്തതിനെ കൊണ്ട് ഐസും കട്ട പൂവൊക്കെ പോയിട്ട് വെള്ളം പോലെ ആയി വരികയാണ്. പിന്നെ അതേമാതിരി ഇങ്ങനെ വേണമെങ്കിൽ ഇത് കണ്ടില്ല, ഓരോരോ കഷ്ണങ്ങൾ എടുത്തിട്ട് നല്ല ഭംഗിക്കിടാം. അപ്പം ഇങ്ങനെ എല്ലാവരും ചെയ്ത് വെക്കണോ, മറന്നു കൊണ്ടോ. എല്ലാവർക്കും ഇതേമാതിരി ചെയ്യുന്ന നല്ല എളുപ്പപ്പണിയാണ് താനും. മറക്കണ്ട കേട്ടോ മക്കളെ. നാരങ്ങക്ക് നല്ല വില കുറവാണ്. മഴക്കാലമായാലും നല്ല വില കുറവുണ്ടാവും ചെറുനാരങ്ങക്ക്. ഇപ്പം ചെറുനാരങ്ങ ഇല്ലാത്തൊരു വീട് ഉണ്ടാവരുത്. കാരണം എപ്പോൾ കുട്ടികൾക്ക് വയറുവേദന, ഒരു ഛർദി കാര്യങ്ങളൊക്കെ വന്നാൽ ചെറുനാരങ്ങ, ഇഞ്ചി, കറാമ്പൂ ഇങ്ങനത്തെ ഒക്കെ വീട്ടിൽ അത്യാവശ്യമാണ്. അപ്പം മറക്കാതെ എല്ലാവരും ചെയ്തോളി.